സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ലെന്ന രീതിയിൽ തെറ്റായ പ്രചരണം നടക്കുന്നുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ. മരുന്നില്ല എന്ന് പ്രതിപക്ഷ പരാമർശം പിൻവലിക്കണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു. സപ്ലൈകോയിലെ വില പുനർനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുന്നതായി മന്ത്രി GR അനിൽ നിയമസഭയെ അറിയിച്ചു. സർക്കാർ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൃത്യമായി മരുന്ന് ലഭിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അനൂപ് ജേക്കബ് MLA ആണ് ചോദ്യോത്തരവേളയിൽ വിഷയമുന്നയിച്ചത്. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നുണ്ടെന്നും പ്രതിപക്ഷം സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മറുപടി. ഇവിടെ പറഞ്ഞത് വളരെ ജനറലൈസ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം പിൻവലിക്കണം സർ. ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടക്കുകയാണ് സർ. ഇത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. KMCL വഴിയുള്ള മരുന്ന് വിതരണം പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ആശുപത്രികളിൽ മരുന്നില്ല എന്നത് യാഥാർത്ഥ്യമെന്ന് CAG റിപ്പോർട്ട് ഉദ്ധരിച്ച് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ആശുപത്രികളിൽ മരുന്ന് ലഭ്യമായിട്ടില്ല. മാത്രമല്ല, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വരെ കത്തിച്ചു കളയേണ്ട മരുന്നാണ്, നശിപ്പിച്ചു കളയേണ്ട മരുന്നാണ്. ഈ ആശുപത്രികളിലൂടെ വിതരണം നടത്തിയെന്ന് CAG റിപ്പോർട്ട് വരെ സാർ വന്നിരിക്കുന്നു. CAG ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ മരുന്നുക്ഷാമമില്ലെന്ന് പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെടുമെന്ന് ആരോഗ്യമന്ത്രി തിരിച്ചടിച്ചു. അവരുടെ ഫൈനൽ റിപ്പോർട്ട് ആയിട്ടില്ല. ഫൈനൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് സർ. സംസ്ഥാനത്ത് ഇതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായി ഇതുപോലെയുള്ളൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് മരുന്ന് പ്രൊക്യൂർമെന്റ് യഥോചിതം ശരിയാവണ്ണം നടത്തിയ സംസ്ഥാനം കേരളമാണ് സർ. കേരളീയം പരിപാടിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകളോടെ അടുത്ത വർഷത്തെ കേരളീയം നടത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിനോദസഞ്ചാരികൾക്ക് കൂടി പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും കേരളീയം നടത്തുന്നതിൽ പ്രതിപക്ഷത്തിന്റെ ബുദ്ധിയല്ല സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സപ്ലൈകോയിലെ വിലവർദ്ധനവടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിക്കുന്നതായി മന്ത്രി GR അനിൽ നിയമസഭയെ അറിയിച്ചു. 24 തിരുവനന്തപുരം.